ഭിന്നശേഷി കുട്ടികൾക്ക് കരുതലിന്റെ തണലൊരുക്കി കാസർഗോഡ് ജില്ലാതല ബഡ്സ് പ്രവേശനോത്സവം ആവേശമായി മാറി. വലിയ പറമ്പ് ശലഭോദ്യാനം ബഡ്സ് സ്കൂളിൽ നടന്ന പരിപാടി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാകുമാരി ഉദ്ഘാടനം ചെയ്തു. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. ഭിന്നശേഷി കുട്ടികൾക്ക് കരുതലിന്റെ തണലൊരുക്കിയാണ് കാസർഗോഡ് ജില്ലാതല ബഡ്സ് പ്രവേശനോത്സവം ആവേശമായി മാറിയത്. കുട്ടികളുടെ സർഗവാസനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി വലിയ പറമ്പ ശലഭോദ്യാനം ബഡ്സ് സ്കൂളിൽ സംഘടിപ്പിച്ച പ്രവേശനോത്സവം നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാകുമാരി ഉദ്ഘാടനം ചെയ്തു. മുന്നോട്ട് പോകാൻ കഴിയണം. ത്രിതല പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ഇതിന്റെ ഭാഗമായി വെക്കുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തായാലും ഗ്രാമപഞ്ചായത്തായാലും ബഡ്സ് സ്കൂളിലെ കുട്ടികളുടെ വികാസത്തിന് വേണ്ടി, അവരെ സഹായിക്കുന്നതിന് വേണ്ടി, അവരുടെ ഇവിടെ നേരത്തെ പറഞ്ഞ ഫിസിയോതെറാപ്പി പോലുള്ള അവരുടെ ആരോഗ്യകരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയൊക്കെയുള്ള പ്രവർത്തനങ്ങളിൽ അവരുടെ ആകമാനമുള്ള സേവനം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം. ചടങ്ങിൽ വലിയ പറമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബുഷ്ര MT അധ്യക്ഷത വഹിച്ചു. കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ രതീഷ് കുമാർ പിലിക്കോട് പദ്ധതി വിശദീകരിച്ചു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പൂച്ചെണ്ടുകൾ നൽകിയാണ് അധ്യാപകർ വിദ്യാർത്ഥികളെ സ്കൂളിലേക്ക് സ്വീകരിച്ചത്. നാടൻപാട്ട് കലാകാരൻ റംസി പട്ടുവത്തിന്റെ നേതൃത്വത്തിൽ സംഗീത വിരുന്നും അരങ്ങേറി. ചടങ്ങിൽ വെച്ച് സ്കൂളിലെ 22 വിദ്യാർത്ഥികൾക്ക് സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ ബാഗ്, പുസ്തകം, കുട എന്നിവ വിതരണം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M അനു, പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC സുബൈദ, വലിയ പറമ്പ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP മനോജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷെറീഫ BS, ഷീബ N, അബ്ദുൾ ഷക്കൂർ ഹാജി, ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ സെറീന, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിന്ധു K, വാർഡ് മെമ്പർ M ബാബു തുടങ്ങിയവർ സംസാരിച്ചു. CDS ചെയർപേഴ്സൺമാരായ രേഷ്മ TP, M രതി, പഞ്ചായത്ത് സെക്രട്ടറി ജിമ്മി ജോൺ, ജില്ലാ പ്രോഗ്രാം മാനേജർ രത്നേഷ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വലിയ പറമ്പ ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അഷ്റഫ് K ചടങ്ങിന് നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.